ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ ചെറിയൊരു പർച്ചേസിനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു പർച്ചേസിൻ്റെ വീഡിയോസൊക്കെയാണെന്നുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണുക. അതേപോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞങ്ങളൊരു ജ്വല്ലറിയിൽ വന്നതാണ്. അപ്പോൾ കുറച്ച് സാധനങ്ങൾ മാറ്റിയെടുക്കാനും അങ്ങനെ എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് വേണമല്ലോ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വന്നിരുന്ന സമയത്ത് എടുത്ത കുറച്ച് വീഡിയോസാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്തുള്ള ഒരു ജ്വല്ലറിയിൽ തന്നെയാണ്. അപ്പോൾ റിങ്ങും അതേപോലെ തന്നെ ബാങ്കിലെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടി വന്നതാണ്. എന്തൊക്കെയാണ് നമ്മളുടെ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന കാര്യങ്ങളെന്നൊക്കെ. അപ്പോഴാണ് അവിടുത്തെ കുറേ നല്ല നല്ല കളക്ഷൻസൊക്കെ ഞാനൊന്ന് എടുത്തത്. ഇത് വെള്ളിയുടെ മാത്രം വരുന്ന കളക്ഷൻസാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇത് കുറേ കൈ ചെയിനുകളാണ്. ബ്രേസ്ലെറ്റിൻ്റെ പല മോഡലുകളും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോ മോഡലും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട തരത്തിലുള്ള തന്നെയായിരുന്നു. അത് പല പല വെയിറ്റുള്ളതുണ്ടായിരുന്നു കേട്ടോ. 5 ഗ്രാം 6 ഗ്രാം അതേപോലെ തന്നെ 8 ഗ്രാം വരുന്നതും 4 ഗ്രാമിൻ്റെയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കാണാനും അതേപോലെ തന്നെ ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോവാത്ത തരത്തിലുള്ള വർക്കുകളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കളക്ഷൻസാണ് ഇവിടെ ആദ്യം നോക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് ലോക്കറ്റുകൾ അതേപോലെ തന്നെ അതായത് നമ്മുടെ ലെറ്റേഴ്സ് എഴുതിയിട്ടുള്ള ലോക്കറ്റുകൾ, പിന്നെ അല്ലാത്ത തരത്തിലുള്ള ലോക്കറ്റുകളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ എനിക്ക് വേണ്ടിയല്ല പോയത്, അനിയത്തിയുടെ ഒപ്പം ഞാൻ ഒന്ന് പോയി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ നേരത്ത് അവൾ കുറേ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്വർണ്ണത്തിന് ഇത്രയൊക്കെ വില കൂടി നിൽക്കുന്ന സമയമാണെങ്കിലും എല്ലാവരും അവനവൻ്റെ ചെറുതും വലുതുമായ ആവശ്യങ്ങൾക്കായിട്ട് തന്നെ നമ്മുടെ സ്വർണ്ണക്കടയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഞങ്ങൾ പോയ സമയത്ത് അത്ര വലിയ തിരക്കില്ലെങ്കിലും പിന്നീട് നല്ലോണം ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ആ ഒരു കളക്ഷൻ, കുറച്ചും കൂടി ട്രഡീഷണൽ ആയിട്ടുള്ള കുറച്ച് കളക്ഷൻസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒരു സെറ്റായിട്ടൊക്കെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പല തരത്തിലും, അതായത് നമ്മളുടെ കഴിവിനനുസരിച്ച് വേണ്ട തൂക്കത്തിലും അതേപോലെ വിലയിലും ഒക്കെയുള്ള പല പല തരത്തിലുള്ള ഓർണമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒരു ട്രഡീഷണൽ വെയർ എന്നുള്ള ലെവലിലാണ് ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു കുഞ്ഞ് കമ്മൽ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇട്ട് നോക്കിയിട്ടുള്ള ആ ഒരു കാര്യങ്ങളാണ് കേട്ടോ. ചെറുതാണ്, ഒരു ഗ്രാമോ 2 ഗ്രാം അങ്ങനെയൊക്കെ വരുന്നതായിരുന്നു അത്. അതിൻ്റെ ഒരു പല പല വർക്കുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ചില സമയത്ത് നമുക്കിതൊന്ന് ഇട്ട് നോക്കിയാലല്ലേ കുറച്ചും കൂടി ഭംഗി അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടൊന്ന് ഇട്ട് നോക്കിയതാണ്. അപ്പോൾ ഇതൊരു മോഡൽ സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോഴാണ് കുറച്ച് പാദസരത്തിൻ്റെ കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഗോൾഡിൻ്റെ അല്ല, ഇതൊരു ഇറ്റാലിയൻ സിൽവർ എന്നാണ് പറഞ്ഞത്. ഗ്രാമിന് തന്നെ 400 ഗ്രാം വരുന്നുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. ഇതൊക്കെ പിന്നെ പഴയൊരു മോഡൽ തന്നെയാണ്. അപ്പോൾ അവർ ഒന്നിച്ചവിടെ കൊണ്ടുവന്ന് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ വെറുതെ ആ ഒരു പാദസരത്തിൻ്റെയും കൂടി എടുത്തു എന്ന് മാത്രം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇറ്റാലിയൻ സിൽവർ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഏകദേശം 4000 രൂപയ്ക്ക് മുകളിൽ വരുന്നുണ്ട്. 10 ഗ്രാമോളം ആണത്രേ ഒരു പാദസരത്തിനൊക്കെ വേണ്ടി വരുന്നതെന്നുള്ളതാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ചോദിച്ച സമയത്താണത് പറഞ്ഞത്. നല്ലൊരു വർക്കായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിട്ട് കാണാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അത് 1 ഗ്രാമിന് തന്നെ 400 രൂപയാണെങ്കിൽ ഏകദേശം 4000 സംതിങ് ആണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് അവിടെ വെള്ളിയുടെ കുറേ നല്ല നല്ല വിഗ്രഹങ്ങളും അതൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ വെള്ളിയുടെ ഐറ്റംസ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെ നല്ല നല്ല മോഡലുള്ള വർക്കുകളിലുള്ള സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് വെറുതെ ഇങ്ങനെ എടുത്ത് നോക്കിയത്. അപ്പോഴാണ് നമ്മുടെ 18 ക്യാരറ്റിൻ്റെ ഒക്കെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മാലകളൊക്കെ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറേ നല്ല ഭംഗിയുള്ള വിഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു വിഗ്രഹം എടുത്ത് കണ്ട ദുർഗാദേവിയുടെ ആയിരുന്നു. അപ്പോൾ ഇതിന് വെയിറ്റിനനുസരിച്ചാണ്, വെള്ളിക്കും അത്യാവശ്യം നല്ല വില ഉണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ വിഗ്രഹങ്ങൾ പൂജാമുറിയിൽ വെക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ ചിലപ്പോൾ. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട്, അപ്പോൾ അത് വെയിറ്റിനനുസരിച്ച് നോക്കിയപ്പോൾ ഏകദേശം 10,000-18,000 രൂപ വരെയാണ് അതിൻ്റെ വില പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വന്നപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു എന്താ പറയുക, മോഡേൺ ടൈപ്പിലുള്ള അല്ലെങ്കിൽ കല്യാണത്തിനൊക്കെ പറ്റുന്ന തരത്തിലൊരു ചോക്കർ ടൈപ്പുള്ള സാധനങ്ങളൊക്കെയായിരുന്നു ഈ ഒരു ഭാഗത്തുണ്ടായിരുന്നത്. എന്നാൽ വളരെ ലൈറ്റായിട്ടും സിമ്പിളായിട്ടുള്ള കുറച്ച് ഓർണമെൻറ്റ്സിൻ്റെ ഒരു സെക്ഷനും കൂടിയായിരുന്നു ഈ ഒരു ഭാഗത്തുണ്ടായിരുന്നത്. അതേപോലെ തന്നെ കുറച്ചും കൂടി ട്രഡീഷണൽ ആയതും, മെയിനായിട്ട് കല്യാണ ആവശ്യങ്ങൾക്കൊക്കെയാണല്ലോ നമ്മൾ ഇത്രയും വീതിയുള്ളതൊക്കെ എടുക്കുക. ഇതൊക്കെ പിന്നെ കുറച്ചും കൂടി നമുക്ക് ഇടാൻ കംഫർട്ടബിളായ രീതിയിലുള്ള ഓർണമെൻറ്റ്സ് ഒക്കെയാണ്. അപ്പോൾ ഇവിടെയും ഓരോ സെറ്റുകളായിട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വെറുതെ ഇങ്ങനെ എടുത്തു വന്നതാണ്. സാരി മാലകൾ പോലെയൊക്കെ ലെയർ മാലകളും ഒക്കെ ഉള്ളത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ നല്ലൊരു കൗതുകം തോന്നി കേട്ടോ. ഇതൊക്കെ ഒരു ഗ്രാമിൻ്റെ
2 ഗ്രാമിൻ്റെയൊക്കെ. കാരണം സ്വർണ്ണത്തിനൊക്കെ ഇപ്പം നല്ല വില കൂടിയ സമയത്ത് എല്ലാവരും 22 ക്യാരറ്റ് എന്നൊക്കെ മാറിയിട്ട് 18 ക്യാരറ്റിലേക്ക് വന്നു തുടങ്ങി എന്ന് പറഞ്ഞു. അപ്പോൾ 18 ക്യാരറ്റിൻ്റെ തന്നെ കുറേ ഐറ്റംസ് അവരവിടെ മെയിനായിട്ട് മോതിരവും കമ്മലുകളും അതേപോലെ തന്നെ ചെറിയ ചെറിയ മാലകളും ഒക്കെയാണ് അവർ കാണിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു സെക്ഷനിലേക്ക് വന്നപ്പം കുറേ കമ്മലിൻ്റെ കളക്ഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇതൊക്കെ ഒരു പഴയ കാലത്തുള്ളതും പുതിയ ട്രെൻഡിങ് ആയതും ഒക്കെ ഉള്ള പല പല മോഡലുകൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കമ്മലിൻ്റെ ഒരു എന്താ പറയുക, ഒരു പാരാവാരം തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അത്രയ്ക്ക് കളക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ പല തരത്തിലും വെയിറ്റിലുമുള്ള കമ്മലുകൾ. പിന്നെ ഇതാണ് ആ ഒരു 18 ക്യാരറ്റിൻ്റെ ഞങ്ങളിങ്ങനെ ജസ്റ്റ് നോക്കിയ സമയത്തുള്ള ബാംഗിൾസൊക്കെയാണ് കേട്ടോ. നല്ല അടിപൊളി ഡിസൈനായിരുന്നു, നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് അങ്ങനെ പൊട്ടുമൊന്നുമില്ല, കുറച്ചും കൂടി ഹാർഡായിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ അതിലുള്ള മോതിരങ്ങളും കാര്യങ്ങളൊക്കെയാണ് അവർ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയെടുത്തു. അപ്പോൾ ഇതൊക്കെയാണ് മൊത്തത്തിൽ നമ്മുടെ ജ്വല്ലറിയുടെ ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഏതൊരു സാധാരണക്കാരനും പറ്റുന്ന തരത്തിലുള്ള ആ ഒരു സെയിൽസൊക്കെ നോർമലി നടക്കുന്ന ഒരു ജ്വല്ലറി തന്നെയാണ്. അപ്പോൾ ബെല്ലിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് വന്നപ്പോഴാണ് ഇവിടെ ഇങ്ങനെ കുറേ മുത്തുകളുള്ള മാലകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു മാലകളുടെ ഭംഗി കണ്ടപ്പോൾ ഞാൻ ആ ഒരു ഭാഗം കൂടി ഒന്ന് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെയാണ് കേട്ടോ കുറച്ച് കൂടി നല്ല ഡ്രസ്സിനൊക്കെ അനുസരിച്ച് പറ്റുന്ന തരത്തിലുള്ള കുറച്ച് കളറിലും അതുപോലെ മുത്തുകൾ ഉപയോഗിച്ച മാലകളൊക്കെ ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേറെ ആർക്കും വേണ്ടി പോയതല്ല, നമ്മുടെ ആദ്യക്കുട്ടിക്ക് വേണ്ടിയിട്ട് തന്നെ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി പോയത് തന്നെയായിരുന്നു കേട്ടോ ഞങ്ങൾ. ഇപ്രാവശ്യത്തെ SLC എക്സാമിൽ ഫുൾ A+ ആയിരുന്നു കേട്ടോ നമ്മുടെ ആദ്യക്കുട്ടിക്ക് കിട്ടിയത്. എന്തായാലും കുട്ടികൾ ഇങ്ങനെയൊക്കെ വാങ്ങുമ്പോൾ അവർക്കൊരു മോട്ടിവേഷൻ, അത് എത്ര ചെറുതോ വലുതോ എന്നുള്ളതല്ല, അതൊക്കെ നമ്മുടെ ഒരു കഴിവിനനുസരിച്ചുകൊണ്ട് ചെയ്യുന്നൊരു കാര്യം മാത്രമാണ്. പക്ഷെ അവൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ടൗണിലൊക്കെ ഒന്ന് ചുറ്റിയടിച്ച് കുറച്ച് അവൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ എപ്പോഴും അവൾക്ക് ഇങ്ങനത്തെ സ്ലിംഗ് ബാഗുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ അങ്ങനെ പർച്ചേസ് നടത്തിയതിൻ്റെ ഭാഗമായിട്ട് വന്നപ്പോൾ ഉള്ള കാരണങ്ങളാണ് കേട്ടോ. അപ്പോൾ അവൾ ഒട്ടും പ്രതീക്ഷിക്കാത്തതുകൊണ്ട് ആകെ സർപ്രൈസ് അടിച്ച് നിൽക്കുകയായിരുന്നു. അങ്ങനെ അതൊരു ബാഗ് ഇനിയിപ്പോൾ എന്തായാലും പല ആവശ്യങ്ങൾക്കൊക്കെ പുറത്ത് പോകുന്ന സമയത്തൊക്കെ ഇങ്ങനത്തെ ബാഗുകളൊക്കെ ഇനി നല്ലത് തന്നെയല്ലേ. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു കുഞ്ഞ് ബാഗും കൂടിയിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ബാഗിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 സിബുകൾ ഉണ്ടായിരുന്നു, 3 അറകളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഉള്ളിൽ തന്നെ 2 എണ്ണം, അതേപോലെ തന്നെ ബാക്ക് സൈഡിലും ഒരു ഭാഗത്തും കൂടി വരുന്നത്. അത്യാവശ്യം നല്ലൊരു നമുക്ക് പെട്ടെന്നൊക്കെ ഒരു എമർജൻസിക്ക് പോകുമ്പം ഫോണും പേഴ്സും അതേപോലെ ചെറിയ ചെറിയ പേപ്പേഴ്സൊക്കെ വെച്ച് കൊണ്ടുപോകാനൊക്കെ നല്ലതായിരുന്നു. അപ്പോൾ അതും കൂടി കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു ബാഗിൻ്റെ ഒരു സിബ് തുറന്നപ്പോഴാണ് നമ്മുടെ കുഞ്ഞി ബാഗ് കണ്ടത്. പിന്നെ നോക്കുമ്പോഴാണ് ഈ വക ഐറ്റംസൊക്കെ കണ്ടത്. അവൾക്ക് ഇഷ്ടമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വേണമെന്ന് പർച്ചേസ് ചെയ്തത്. അപ്പോൾ ഒരു ബ്രേസ്ലെറ്റിൻ്റെ ബാങ്കിളാണത്. അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമായിരുന്നു. അപ്പോൾ ആ ഒരു സംഭവമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ബ്രേസ്ലെറ്റ് ബാങ്കിൾ നല്ല സിമ്പിളായിട്ടുള്ളൊരു വളരെയായിരുന്നു. പിന്നെയാണ് നമ്മൾ പോയ സമയത്ത് വാങ്ങിയിട്ടുണ്ടായിരുന്ന മോതിരങ്ങൾ. അവൾക്ക് ഇങ്ങനത്തെയൊക്കെ വളരെ ചെറിയ സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമുള്ള സംഭവമായിരുന്നു. അപ്പോൾ ഇതാണ് ഒരു മോതിരം വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് സെലക്ഷനൊക്കെ ഭയങ്കര ഇഷ്ടമായി, വളരെ ക്യൂട്ടായിട്ടുള്ളൊരു സംഭവമായിരുന്നു വാങ്ങിയിട്ട്. അപ്പോൾ ഇനിയൊരു മോതിരം കൂടി ഉണ്ട്. അപ്പോൾ ആ ഒരു മോതിരം കൂടി ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അവളുടെ തന്നെ എല്ലാം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് ഗോൾഡ് ചിലതൊക്കെ മാറ്റിയെടുക്കാനുള്ളതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും എല്ലാം കൂടിയിട്ട് ഈ ഒരു സമയത്ത് അങ്ങോട്ട് ചെയ്ത് കൊടുത്തു എന്ന് മാത്രം. അപ്പോൾ എന്തായാലും ഭയങ്കര ഇഷ്ടമായി ഈ സെലക്ഷനൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെറിയ കാര്യങ്ങളായാലും വലിയ കാര്യങ്ങളാണെങ്കിലും നമുക്ക് കുട്ടികൾക്ക് അത് കൊടുക്കുക എന്ന് പറയുമ്പോൾ വലിയൊരു സന്തോഷം തന്നെയല്ലേ അവർക്ക്. അപ്പോൾ അതൊരു മോട്ടിവേഷനും കൂടിയാണ്. നമ്മളിത് കിട്ടാൻ വേണ്ടി പഠിക്കുക എന്നുള്ളതല്ല, പക്ഷേ അവരുടെ ഒരു എഫേർട്ടിനെ നമ്മൾ കാണുന്നു എന്ന് മാത്രം. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.